കൊട്ടാരക്കര പുത്തൂരിൽ സ്വകാര്യ ബസ്സിൽ സംഘർഷമുണ്ടാക്കിയ 2 പേർ പോലീസ് പിടിയിൽ. കൊല്ലത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിൽ ഒരു നായക്കുട്ടിയുമായി കയറിയ 2 യുവാക്കൾ ബസ് ജീവനക്കാരോടും വിദ്യാർത്ഥികളോടും തർക്കിച്ചു. ഇതേ തുടർന്നാണ് സംഘർഷമുണ്ടായത്. ഷമീറുണ്ട്. ഷമീർ, ഇതെന്താണ് സംഭവം? ഈ ദിവസം വൈകിട്ട് 5 മണിയോട് കൂടിയാണ് സേതുലക്ഷ്മി ഈ സംഭവം നടക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലത്തേക്ക് പോയ ബസ്സിൽ നായ്ക്കുട്ടിയുമായി കയറിയ 2 പേർ ആണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ആദ്യഘട്ടത്തിൽ ബസ്സിൽ ഇവർ കയറിയപ്പോൾ തന്നെ ബസ് ജീവനക്കാർ ഇവരോട് പറഞ്ഞു, നായയുമായി ബസ്സിൽ കയറാൻ പാടില്ല, അടുത്ത സ്റ്റോപ്പിൽ നിന്നും കൂടുതൽ വിദ്യാർത്ഥികൾ കയറുന്നതാണ്, അതുകൊണ്ട് തന്നെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ നായയുമായി വന്ന 2 പേർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ നിർബന്ധപൂർവ്വം ബസ്സിനുള്ളിൽ കടക്കുകയായിരുന്നു. ഇതിനുശേഷം സ്കൂൾ ജംഗ്ഷനിൽ എത്തിയപ്പോൾ കുട്ടികൾ കൂടുതലായി ഈ ബസ്സിലേക്ക് എത്തി. പിന്നീട് കുട്ടികളിലേക്ക് നേരെ ഈ നായ അക്രമം നടത്താൻ തുടങ്ങിയതോടുകൂടി ഇതിനെ ചോദ്യം ചെയ്ത ചില വിദ്യാർത്ഥികളുമായി ഈ നായയുമായി വന്നവർ തർക്കിച്ചു. തുടർന്ന് അത് കുട്ടികളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനുശേഷം കുട്ടികൾ വിളിച്ചറിയിച്ചനുസരിച്ച് അടുത്ത ജംഗ്ഷനിൽ കൂടുതൽ കുട്ടികൾ സംഘടിച്ചെത്തി ഇവരെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുകയും ചെയ്തു. അവിടെ വെച്ചാണ് പിന്നീട് തുടർ സംഘർഷം ഉണ്ടാകുന്നത്. എന്തായാലും ഇതിൽ ഈ നായമെന്ന് വന്ന ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും പൊതുസ്ഥലത്ത് ശല്യമുണ്ടാക്കിയതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ 2 പേരെയും, അതായത് ഈ നായയുമായി ബസ്സിൽ കയറി ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച 2 പേർക്കെതിരെയും പോലീസ് കേസെടുത്ത് ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. എന്തായാലും വലിയ സംഘർഷമാണ് ഇന്നലെ വൈകിട്ട് പുത്തൂർ ജംഗ്ഷനിൽ ഉണ്ടായത്. വിദ്യാർത്ഥികൾ കൂട്ടമായി എത്തി ഇവരെ മർദ്ദിക്കുകയായിരുന്നു. ഇവരും ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ബസ്സിനുള്ളിൽ വെച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സേതുലക്ഷ്മി. ശരി ശരി ഷമീർ.